എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് വന്നതല്ലേ. അപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട ബാക്കിയുള്ള ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചും കൂടെ നമുക്ക് ഈ ക്ലാസ്സിലൊന്ന് പഠിക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മോണിറ്ററിനെ കുറിച്ചും പ്രിന്ററിനെ കുറിച്ചൊക്കെ ആയിരുന്നു അല്ലേ. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് LCD പ്രൊജക്ടർ. LCD പ്രൊജക്ടർ എന്താ? എല്ലാവർക്കും അറിയുന്നതാണല്ലോ. കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ അതിലുള്ള ഇമേജുകളോ നമുക്ക് വലിയ സ്ക്രീനിൽ കാണാൻ സഹായിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് LCD പ്രൊജക്ടർ. LCD പ്രൊജക്ടറിലും കാര്യമായിട്ട് പഠിക്കാനും ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത്. നമ്മൾ പറയുന്ന അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് പ്ലോട്ടർ. ഏതാണ്? പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ചെയ്യാൻ വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരു ഡാറ്റ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിൽ നമുക്ക് ഗ്രാഫുകൾ വേണം, നോട്ടുകൾ വേണം, ഒക്കെ വേണം. ഇപ്പൊ നമുക്കിപ്പോ ഒരു റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ പോലെ തയ്യാറാക്കാൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്റ് ആണെങ്കിൽ ആ ഡോക്യുമെന്റിലേക്ക് നമുക്ക് എന്ത് വേണം? ഡാറ്റകൾ വേണം. ആ ഡാറ്റകളിൽ തന്നെ ഗ്രാഫോ അതേപോലെ ഗ്രാഫ് അങ്ങനത്തെ എന്തെങ്കിലും ഡിസൈനുകളൊക്കെ വേണം. അപ്പൊ അങ്ങനത്തെ ഗ്രാഫുകളോ ഡിസൈനുകളോ ഒക്കെ ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ നമുക്ക് വേണ്ട ഗ്രാഫുകളോ അല്ലെങ്കിൽ ഡിസൈനുകളോ ഒക്കെ ഹാർഡ് കോപ്പി ആയിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്യുമെന്റിലേക്ക് നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെന്റിലേക്ക് വേണ്ട ഒരു ഗ്രാഫുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈനുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാർഡ് കോപ്പി ആയിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് പ്ലോട്ടർ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലോട്ടർ എന്ന് പറയാം. അപ്പൊ രണ്ട് ടൈപ്പ് പ്ലോട്ടർ ആണുള്ളത്. ഒന്ന് ഡ്രം പ്ലോട്ടറും അതേപോലെ തന്നെ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. ഒന്ന് ഡ്രം പ്ലോട്ടർ, ഒന്ന് ഏതാ? ഡ്രം പ്ലോട്ടർ. ഒന്ന് ഡ്രം പ്ലോട്ടർ എന്ന് പറയുന്ന ഒരു പ്ലോട്ടറും മറ്റൊന്ന് എന്താ? ഫ്ലാറ്റ് ബെഡ്. മറ്റൊന്ന് ഏതാണ്? ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. ഒന്ന് ഡ്രം പ്ലോട്ടർ, ഒന്ന് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. അത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. രണ്ട് ടൈപ്പ് പ്ലോട്ടേഴ്സ് ഉണ്ട് എന്നുള്ള ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഡിസൈനുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് കോപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറഞ്ഞു. അതേപോലെ പ്ലോട്ടറിന്റെ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലോട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഡ്രം പ്ലോട്ടർ ഉണ്ടെന്നും പറഞ്ഞു, ഒന്ന് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്ലോട്ടർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് LCD പ്രൊജക്ടർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചും പ്ലോട്ടർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് ആയ സ്പീക്കറിനെ കുറിച്ചാണ്. സ്പീക്കറിനെ കുറിച്ചാണ്. എന്താ സ്പീക്കർ? സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്താ? സ്പീക്കർ എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് സ്പീക്കർ. കമ്പ്യൂട്ടറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ഇത് സ്പീക്കർ. ഇത്രയും നമുക്ക് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ. ഇത്രയും കാര്യമായിട്ട് സ്പീക്കറിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനി സ്പീക്കറും അതേപോലെ തന്നെ ഒരു ഉപകരണം കൂടി നമ്മൾ അങ്ങനെ ഉപയോഗിക്കല്ലോ, ഹെഡ്സെറ്റ് അല്ലേ? ഇതൊന്ന് ഓർത്ത് വെക്കണേ, ഹെഡ്സെറ്റ്. അതായത് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്ത ശബ്ദം കേൾക്കുന്നതിന് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെ കേൾക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസുകളാണിത് സ്പീക്കർ, അതേപോലെ തന്നെ ഹെഡ്സെറ്റും.
അപ്പൊ നമ്മൾ LCD പ്രൊജക്ടർ എന്താന്ന് പറഞ്ഞു, പ്ലോട്ടർ എന്താണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ സ്പീക്കർ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ നമ്മളിവിടെ കവർ ചെയ്തു അല്ലെ. ഇനി 2 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് പറഞ്ഞത് ഒന്ന് റിവൈൻഡ് ചെയ്ത് പറയാം. ഒന്ന് ഔട്ട്പുട്ട് ഡിവൈസ് ആയി പറഞ്ഞ മോണിറ്റർ ആയിരുന്നു. പിന്നെ ഒന്ന് ഏതായിരുന്നു? മോണിറ്റർ പറഞ്ഞു, അതേപോലെ പ്രിന്റർ പറഞ്ഞു, LCD പ്രൊജക്ടർ പറഞ്ഞു, അതേപോലെ സ്പീക്കർ പറഞ്ഞു, പിന്നെയോ പ്ലോട്ടറും പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ പ്ലോട്ടർ, എന്താ LCD പ്രൊജക്ടർ എന്നുള്ളതൊക്കെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ കുറച്ച് കമ്പ്യൂട്ടറിലെ അബ്രിവേഷൻസ് പഠിക്കും. അതായത് എക്സാമിന് ചോദിക്കാവുന്ന കമ്പ്യൂട്ടറിലെ അബ്രിവേഷൻസ്. അതായത് നമ്മൾ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്ത് നിന്നുള്ള അബ്രിവേഷൻസ് കുറച്ച് പഠിച്ചു. അതേപോലെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കമ്പ്യൂട്ടറിന്റെ അബ്രിവേഷൻസ് പഠിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഇനി അബ്രിവേഷൻസ് ആണ്. ഇതിൽ കുറച്ച് അബ്രിവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഫസ്റ്റ് അബ്രിവേഷൻ ആണ് ആസ്കി. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആസ്കി എന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, ഇനി അറിയുന്നവരെന്ന് പറയാം. ഏതാ ആദ്യം അറിയുന്നതെന്ന് തുടങ്ങാം. റാം എന്താ? റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. അപ്പൊ റോം എന്താ? റാം പറഞ്ഞാൽ പിന്നെ റോം പറയണ്ടേ. റോം എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ഓൺലി മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്ന് റാം പറയും. അതേപോലെ റോം എന്താ? റീഡ് ഓൺലി മെമ്മറി. ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, അപ്പൊ 3 എണ്ണം നിങ്ങൾ പഠിച്ചില്ലേ. ഇനി അടുത്തത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമുള്ളത് ആദ്യം പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അടുത്താണ് URL. URL എന്താ? URL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് ആരെ പറയാ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL. ഇത് 3ഉം അറിയുന്നതുകൊണ്ടാണ് ഇതിന്റെ എക്സ്പാൻഷൻ എഴുതാഞ്ഞത്. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നമുക്ക് ഒന്നും കൂടെ എഴുതിയിട്ട് 5 സെറ്റാക്കി അങ്ങ് പഠിക്കാം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഏതാ? UPS. ഇവിടെ എഴുതുന്നേ UPS എന്താ? അറിയോന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. UPS എന്താ? UPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഇന്റർപ്രക്റ്റഡ് പവർ സപ്ലൈ ആണ്. UPS എന്ന് പറഞ്ഞാൽ അൺഇന്റർപ്രക്റ്റഡ് പവർ സപ്ലൈ. അൺഇന്റർപ്രക്റ്റഡ് പവർ സപ്ലൈനാണ് എന്താ പറയാ? UPS എന്ന് പറയാം. അപ്പം ആസ്കി പറഞ്ഞു, റാം പറഞ്ഞു, റോം പറഞ്ഞു, URL പറഞ്ഞു, UPS പറഞ്ഞു. ഒന്നും കൂടെ പറയാം. ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. റാം റാൻഡം ആക്സസ് മെമ്മറി. റോം റീഡ് ഓൺലി മെമ്മറി. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. UPS എന്താ? അൺഇന്റർപ്രറ്റഡ് പവർ സപ്ലൈ. ഈ 5 എണ്ണം സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു 5 എണ്ണം കൂടെ പഠിക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് അടുത്തൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. കുറച്ച് അറിയുന്ന ആദ്യം പഠിക്കാം. CD എന്താ? കോമ്പാക്ട് ഡിസ്ക്. CD എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പാക്ട് ഡിസ്ക്. CD എന്താണ്? കോമ്പാക്ട് ഡിസ്ക്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് CRT. എന്താണ്? CRT കാത്തോഡ്
റേ ട്യൂബ്. CRT എന്ന് പറഞ്ഞാൽ എന്താ? കാത്തോഡ് റേ ട്യൂബ്. ഇനി CPU അറിയാലോ, സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ്. CPU എന്ന് പറഞ്ഞാല് സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ്. ഞാൻ അറിയുന്നതായോണ്ട് അങ്ങനെ എഴുതുന്നില്ലേ. ഇനി DDR. അടുത്ത എന്താ? DDR, ഡബിൾ ഡേറ്റ റേറ്റ്. എന്താണ്? ഡബിൾ ഡേറ്റ റേറ്റ്. DDR എന്ന് പറഞ്ഞാല് ഡബിൾ ഡേറ്റ റേറ്റ്. DDR എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാറ്റ റേറ്റ്. CRT കാത്തോഡ് റേ ട്യൂബ്. CD കോമ്പാക്ട് ഡിസ്ക്. ഓക്കെ, അപ്പൊ 3 ആയില്ലേ. ഇനി 2 കൂടെ ഈ സെറ്റിൽ അങ്ങ് പഠിക്കാം. അപ്പൊ അടുത്ത് പറയുന്നത് DPA. DPA ഞാൻ നേരത്തെ പറഞ്ഞതാ, ഡോട്ട് പെർ ഇഞ്ച്. DPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡോട്ട്സ് പെർ ഇഞ്ച്. എഴുതണോ? ഡോട്ട്സ് പെർ ഇഞ്ച്. DPA എന്ന് പറഞ്ഞാൽ ഡോട്ട്സ് പെർ ഇഞ്ച്. ഇനി ഒന്നും കൂടെ നോക്കാം അല്ലെ അതില്. അടുത്തത് എന്താ? നമുക്ക് അടുത്ത് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഏതാ വെച്ചാല് DSL. DSL എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബ് ലൈൻ. എന്താണ്? ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. അപ്പം DCL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡിജിറ്റൽ സബ്സ്ക്രൈബർ ഡിജിറ്റൽ സബ്സ്ക്രൈബർ DCL എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? CD എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക്. CRT കാത്തോഡ് റേ ട്യൂബ്. DDR എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാറ്റ റേറ്റ്. അടുത്ത DPA ഡോട്ട്സ് പെർ യൂണിറ്റ്. അടുത്ത എന്താ? DCL ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. അപ്പൊ ആദ്യം നമ്മൾ ഏതൊക്കെയാ പഠിച്ച? ASCII അല്ലെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. പിന്നെ ഏതായിരുന്നു? ASCII പഠിച്ചു. അതേപോലെ ROM അല്ലെ, അതൊക്കെ നോക്കിയില്ലേ. ഇനി അടുത്തത് ഈ 5 പഠിച്ചില്ല. ഇനി ഒരു 5 കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾ ഓരോ സെറ്റ് 5 പഠിക്കുമ്പോഴും ഞാൻ ടൈപ്പ് റൈറ്ററിൽ അബ്രിവേഷൻസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ആദ്യത്തെ 5 പഠിച്ച് പിന്നെ അടുത്ത സെറ്റ് 5 പഠിക്കുമ്പോൾ ആദ്യത്തെ 5 കൂടെ ഇതിന്റെ കൂടെ ഒന്നും കൂടെ പറഞ്ഞു നോക്കണേ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതങ്ങ് മറന്നുപോകും. അടുത്തത് നമ്മൾ പറയുന്നത് ഏതാ? HTML. ഏതാണ്? HTML. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലൊക്കേറ്റർ. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലൊക്കേറ്റർ. ലൊക്കേറ്റർ അല്ല, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ലൊക്കേറ്റർ വേറെ ഉണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അത് തിരിഞ്ഞു പോയതാണ്. HTML എന്ന് പറഞ്ഞിട്ട് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതാണ് എന്ത്? HTML എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഇനി അടുത്തത് IP. IP എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. IP എന്ന് പറഞ്ഞാല് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് പ്രോട്ടോകോളിനെയാണ് എന്ത് പറയാ? IP എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഏതാ വെച്ചാല് GUI. എന്താണ്?
GUI. GUI എന്താ? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്താ? GUI. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് ആണ് എന്തിനെ പറയാ? GUI. ഓക്കെ, ഇനി അടുത്തത് ഒന്നും കൂടെ വെച്ചിട്ട് നമുക്ക് നിർത്താം. GIF. ഗിഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫിക്കൽ ഇന്റർചേഞ്ച് ഫോർമാറ്റ്. GIF എന്താ? ഗ്രാഫിക്കൽ ഇന്റർചേഞ്ച് ഫോർമാറ്റ്. ഗ്രാഫിക്കൽ ഇന്റർചേഞ്ച് ഫോർമാറ്റ്. ഗ്രാഫിക്കൽ ഇന്റർചേഞ്ച് ഫോർമാറ്റ്. ഗ്രാഫിക്കൽ ഇന്റർചേഞ്ച് ഫോർമാറ്റ് എന്താണ്? GIF. ഇപ്പൊ HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആൻഡ് GIF ഗ്രാഫിക്കൽ ഇന്റർചേഞ്ച് ഫോർമാറ്റ്. അപ്പൊ നമ്മളിവിടെ 2-3-4 സെറ്റായിട്ട് ഒരു കുറച്ച് അബ്രിവേഷൻസ് കമ്പ്യൂട്ടറിലുള്ളത് പഠിച്ചിട്ടുണ്ട്. അത് ഓരോ അബ്രിവേഷൻസ് പഠിക്കുമ്പോഴും ഓരോ സെറ്റ് പഠിക്കുമ്പോഴും അടുത്ത സെറ്റ് പഠിക്കുമ്പോൾ ആ ആദ്യം പഠിച്ചത് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് പഠിച്ച് വേഗം ക്ലിയർ ആവും. അപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ ഔട്ട്പുട്ട് ഡിവൈസുകളും അതേപോലെ കുറച്ച് അബ്രിവേഷൻസും ആണ് പറഞ്ഞത്. അപ്പം ഔട്ട്പുട്ട് ഡിവൈസുകളായ സ്പീക്കർ, പ്ലോട്ടർ, അതേപോലെ LCD പ്രൊജക്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് അബ്രിവേഷൻസും പറഞ്ഞു. അപ്പൊ ഇനി ബാക്കിയുള്ള കമ്പ്യൂട്ടറിന്റെ മെമ്മറി പോലുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.